ഒരാളും പട്ടിണി കിടക്കില്ല, ഒരാൾക്കും ഭക്ഷണം കിട്ടാതെ മരിക്കില്ല, ഒരാൾക്കും രോഗം വന്നാൽ ചികിത്സ കിട്ടാതിരിക്കില്ല, ഒരാൾക്കും പരിചരണം കിട്ടാതിരിക്കില്ല, ഒരാളെയും പരിഗണിക്കാതിരിക്കില്ല. മുഴുവൻ ആളുകളെയും പരിഗണിക്കുകയും മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുകയും മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുകയും മുഴുവൻ ആളുകൾക്കും ചികിത്സ നൽകുകയും ചെയ്യും. ഒരാശങ്കയും ഒരാൾക്കും വേണ്ട എന്ന് പറഞ്ഞു. ആ കരുത്തിന്റെ ശബ്ദം, ആ ശബ്ദത്തിന്റെ കരുത്തിൽ പതുക്കെ പതുക്കെ നമ്മൾ അതിജീവിക്കാൻ തുടങ്ങി. മുഴുവൻ ആളുകളുടെയും വീട്ടിൽ ഭക്ഷണമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തി നമ്മൾ കൂട്ടം ചേർന്നു. മനുഷ്യരായവരെല്ലാം ഒരുമിച്ച് നിന്ന് കൂട്ടം ചേർന്നുകൊണ്ട് മുഴുവൻ ആളുകളെയും പട്ടിണിക്കിടാതെ പോറ്റാൻ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. നാട്ടിലാകെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടാക്കി ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു, വീടുകളിലേക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പട്ടിണി കൂടാതെ സംരക്ഷിച്ചു. പ്രിയപ്പെട്ട പ്രിയങ്കരനായ കുടുംബയുടെ സ്വന്തം, ഈ നാടിന്റെ സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ യോഗ ആരംഭിക്കുകയാണ്. മുദ്രാവാക്യം വിളി നിർത്തണം. ഞാനിപ്പോ പറഞ്ഞു വന്നത്, ആ കെട്ട കാലത്ത് ഈ സംസ്ഥാനത്ത് ഒരാളും പട്ടിണി കിടന്നില്ല. മനുഷ്യൻ മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്ന മനുഷ്യൻ, വിശപ്പറിയുന്ന മനുഷ്യൻ മാത്രമല്ല, വിശക്കുന്ന മുഴുവൻ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മുഴുവൻ ചരാചരങ്ങളും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു നമ്മൾ ഈ ഗവൺമെന്റ്. പ്രിയമുള്ളവരെ, ആ കെട്ടകാലം പതുക്കെ പതുക്കെ നമ്മൾ അതിജീവിച്ചു. പിന്നീട് തുറന്നഴിച്ചു. ആ ഘട്ടത്തിൽ ഒരാൾക്കും തൊഴിലില്ല, ജോലിയില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, വാഹനം ഓടിക്കുന്നവർ, മറ്റു ജോലികൾ ചെയ്യുന്നവർ, ഒരാൾക്കും ജോലിയില്ല, തൊഴിലില്ല. വല്ലാത്ത കാലം. ആ കാലത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് നോക്കിയപ്പോൾ ആ കാലത്ത് ഒരു വീട്ടിലും പട്ടിണി ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണം, ഈറ്റ്, ഭക്ഷണ ധാന്യങ്ങൾ എല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു കുടുംബത്തിലും ഒരാളും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ഗവൺമെന്റാണ് ആ ഗവൺമെന്റ്. പ്രിയമുള്ളവരെ, ഞാന് ആ കാലം നിങ്ങളെയും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ആ കാലവും നമ്മൾ അതിജീവിച്ച് പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 12 മാസക്കാലമായി കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കുന്നില്ല, ഒരു മനുഷ്യനും വിശക്കുന്നില്ല, വിശപ്പറിയുന്നില്ല. അങ്ങനെ വിശപ്പ് രഹിത സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റിയില്ലേ? നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എന്നെ ശ്രമിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആത്മാഭിമാനം പണയം വെച്ച് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന സാഹചര്യം ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കേരളത്തെ ഉത്തരവാദിത്തമുള്ള ഒരു ജഗന്നാഥൻ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ എങ്ങനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമോ അതുപോലെ ചേർത്ത് പിടിച്ച് ഈ കേരളത്തിലെ 3.5 കോടി ആളുകളെയും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയും അവർക്ക് ഭക്ഷണവും അവർക്ക് ചികിത്സയും അവർക്ക് മറ്റെല്ലാ സംരക്ഷണവും കരുതലും കൊടുത്ത് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു. അങ്ങനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആ കരുത്തുറ്റ കരത്തിന്റെ ഉടമ, ആ കരുത്തുറ്റ കരത്തിന്റെ ഉടമയുണ്ടല്ലോ, ആ കരുത്തുറ്റ കരത്തിന്റെ ഉടമ, ഈ നാടിന്റെ രക്ഷകൻ, ഈ
നാടിന്റെ പ്രതീക്ഷ, ഈ നാടിന്റെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വീണ്ടും തുടർ ഭരണമുണ്ടാകണമെന്നാണ് കേരളം മുഴുവൻ നിങ്ങൾ ഓരോരുത്തരെയും പോലെ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരെയും പോലെ തെരുവിലിറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിച്ചു പറയുന്നതും പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉറപ്പാണ് തുടർ ഭരണം, ഉറപ്പാണ് ഈ ഗവൺമെന്റ് തുടർ ഭരണം ഉണ്ടാകുമെന്ന്. പ്രിയമുള്ളവർ, ഇതാണ് സാഹചര്യം. ഞാനപ്പോ സൂചിപ്പിച്ചു, ആദ്യം മുതൽ പറഞ്ഞു, ഈ ഗവൺമെന്റ് നമുക്കൊരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം നൽകിയില്ലേ? ആരെങ്കിലും പട്ടിണി കിടത്തിയോ? മനുഷ്യന് ആവശ്യമുള്ള ചികിത്സ നൽകിയില്ലേ? ഒരാൾക്കെങ്കിലും ചികിത്സ കിട്ടാത്ത സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടോ? നമ്മുടെ പാവപ്പെട്ടവർ പഠിക്കുന്ന കുട്ടികളുടെ പള്ളിക്കൂടം ഏറ്റവും നല്ല പള്ളിക്കൂടങ്ങളാക്കി മാറ്റിയില്ലേ? ഇവിടെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തില്ലേ? പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവർക്കെല്ലാവർക്കും വീടും മറ്റ് സംസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലേ? തകർന്നു പോയ ഇടുക്കി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും പുനഃസൃഷ്ടിച്ച് ഒരു നവകേരളം സൃഷ്ടിച്ചില്ലേ പ്രിയമുള്ളവരെ? അങ്ങനെ ഈ കേരളത്തെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഭരണം തുടരേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ബഹുമാന്യനായ മണിയാശാൻ വോട്ട് ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ 600 കാര്യങ്ങളുള്ള പ്രകടന പത്രികയുമാണ് ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സമീപിച്ചത്. ആ 600 കാര്യങ്ങളിൽ 558 കാര്യങ്ങളും നടപ്പിലാക്കിയ ആത്മവിശ്വാസത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ എത്തുമ്പോൾ ഇരട്ടിയാക്കിൽ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, വ്യാപാരികളോട്, കർഷകരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പിലാക്കാതെ ബാക്കി നിൽക്കുന്നുണ്ടോ? ഞാൻ റോഡിന്റെ കാര്യവും മറ്റു കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ പതിറ്റാണ്ടുകളായി നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ, എന്നാൽ ഒരിക്കലും കിട്ടാതെ പോയ, കിട്ടാക്കനി എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച, ഇനി ലഭിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന ഒന്നല്ലേ ഇരട്ടിയാറുകാരുടെ പട്ടയം അല്ലേ? എത്രയോ സമരം നടത്തി പിന്നീട് സമരം നടത്തണ്ട എന്ന് തീരുമാനിച്ചു. പട്ടയം വേണ്ടെന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ MM മണി, നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. ഞാൻ ഓർക്കുന്നു, ഇതേ വേദിയിൽ അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപന യോഗത്തിൽ ബഹുമാന്യനായ മണിയാശാനെ വേദിയിലെത്തി പറഞ്ഞതാണ്, ഇരട്ടയാറിൽ സഖാവ് MM മണിയെ നിങ്ങൾ MLA ആക്കിയാൽ, MM മണി ഈ ഗവൺമെന്റിന്റെ ഭാഗമായാൽ ഇരട്ടയാറുകാർക്ക് പട്ടയം കിട്ടുമെന്നാണ്. പട്ടയം കിട്ടിയില്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണിയാശാൻ മത്സരിക്കാൻ വരുമ്പോൾ ഈ മണിയാശാനെ ആക്ഷേപിച്ച് ഒത്തിരിയേറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. മണിയാശാന്റെ രൂപത്തെ, മണിയാശാന്റെ എല്ലാം, മണിയാശാനില്ലാത്ത കുഴപ്പമൊന്നുമില്ലായിരുന്നു. മണിയാശാനെ കുറിച്ച് പറയാത്തതൊന്നുമില്ല. വ്യക്തിഹത്യ അതിന്റെ പാരമ്യത്തിലായിരുന്നു. അന്നും നമ്മൾ പറഞ്ഞു, MM മണിയെ ജയിപ്പിച്ചാൽ ഉടുമ്പൻ ചോലക്കാർക്ക് നിരാശരാകേണ്ടി വരികയില്ലായിരുന്നു എന്ന്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് MM മണി, നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ ഇവിടെ ജയിക്കുകയും മണിയാശാൻ മന്ത്രിയാവുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ പട്ടയമുണ്ടല്ലോ, ആ പട്ടയം കിട്ടുമായിരുന്നോ? ഇല്ലല്ലോ. പട്ടയം കിട്ടിയവരൊക്കെ അത് ഓർക്കണേ. കാരണം ആ പട്ടയം മേടിക്കാൻ വേണ്ടി മണിയാശാന്റെ കൂടി ഒത്തിരി കഷ്ടപ്പെട്ടതാ. ഞാനും വോട്ടെണ്ണിക്ക് 1.25 ലക്ഷം വോട്ടിനെ എന്നെ തോപ്പിച്ചത്. അതുകൊണ്ട് ഓർത്തോളം എല്ലാവരും പട്ടയം മേടിച്ച് വീട്ടിൽ വെച്ചേക്കുന്ന ആളുകളാരും മറന്നുപോയേക്കരുത്. കാരണം മനുഷ്യന് നന്ദി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വികാരമാണ്. അതുകൊണ്ട് ഓർത്തോളം എല്ലാവരും. ഇനി വേണ്ട, ജോയിസ് അല്ല തന്നത്, മണിയാശാന തന്നതെന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞത്, എന്നെ ശ്രമിക്കുന്ന ചുരുക്കം ചില ആളുകളെങ്കിലും. അപ്പൊ പട്ടയം തന്ന മണിയാശാൻ, ഉടുമ്പൻചോലയുടെ MM മണി ദാ ഇരിക്കുന്നു. ജയിക്കില്ലേ? ജയിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, അത് മാത്രമാണ് ഈ ഉടുമ്പൻചോലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായ മാറ്റാത്ത വലുതാണ് അല്ലേ? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആരോഗ്യ പരിപാലന രംഗത്ത് പറഞ്ഞപ്പോ
റോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. ഇരട്ടിയാറ്റിലെ റോഡ് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടുമ്പൻചോലയിലെയും ഈ ജില്ലയിലാകെയും ഉണ്ടായ വികസനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ജില്ലാ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ആയുർവേദ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ആയുർവേദ മെഡിക്കൽ കോളേജ് ഉടുമ്പൻചോലയിൽ ആരംഭിക്കുന്നു. അതിന്റെ മുതൽ മുടക്ക് ഇപ്പോൾ 625 കോടി രൂപയാണ് കാണുക. പക്ഷെ അത് പൂർത്തീകരിക്കുമ്പോൾ ഒത്തിരി പൈസയാവുന്നു. ആ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ആയുർവേദ മെഡിക്കൽ രംഗത്തൊരു സ്ഥാപനം ഉണ്ടാകുന്നു. ഇവിടെ ആയുർവേദ ചികിത്സയ്ക്ക് സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ഈ മലയോര മേഖലയുടെ വികസന രംഗത്തുണ്ടാക്കാൻ പോകുന്ന വലിയ കുതിച്ചുചാട്ടമുണ്ട്, വലിയ മുന്നേറ്റമുണ്ട്. ആയുർവേദ മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഈ പരിസ്ഥിതിയെയും നമ്മളുടെ പ്രകൃതിയെയും ഈ അനുകൂല സാഹചര്യങ്ങളെയും എല്ലാം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സാധ്യതകളെയാകെ ആയുർവേദ ആരോഗ്യ പരിപാലന സംവിധാനവുമായി സംയോജിപ്പിക്കുകയും നമ്മളുടെ കാർഷിക രീതികളും നമ്മളുടെ കാർഷിക വിളകളുടെ പ്രത്യേകതയും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന ഫലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ളതിന്റെ സാധ്യതകളെയും എല്ലാം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായും സാമൂഹ്യമായും മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വലിയ മാറ്റം ടൂറിസത്തെയും മറ്റു സാധ്യതകളെയും പൂർണ്ണമായും ഇടുക്കിയുടെ ഗ്രാമങ്ങളിലേക്ക്, കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിലേക്ക്, നമ്മളുടെ മേഖലകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന വലിയ കാഴ്ചപ്പാടിന്റെയും സങ്കല്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ആയുർവേദ മെഡിക്കൽ കോളേജ് ഇടുക്കിയുടെ മണ്ണിൽ ആരംഭിക്കുന്നത്. അതുണ്ടാക്കുന്ന വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന സങ്കല്പമാണ്. 1,12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് അതുകൂടി പൂർണ്ണമായ അർത്ഥത്തിൽ തലത്തിൽ നടപ്പിലാകുമ്പോൾ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധ്യതകളെ പൂർണ്ണമായും വിനിയോഗിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. ഇടുക്കിയുടെ മലയോര മേഖല തുടങ്ങി വെച്ച വികസനത്തിന്റെ കാലുകളിൽ നിന്ന് വികസന കുതിപ്പിലേക്ക് കടക്കുകയാണ് ഇടുക്കി. ആ വികസന കുതിപ്പിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. ഞാൻ ഈ റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ കുറെ ടാർ റോഡ് ഉണ്ടാക്കി BMC നിലവാരത്തിൽ നമ്മൾ ഈ റോഡുകൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് അത് പാർലമെന്റ് അംഗമായിരുന്നപ്പോഴും മണിയാശാൻ MLA മന്ത്രിയുമായിരുന്നപ്പോൾ അതിനു മുമ്പ് മണിയാശാൻ പാർട്ടി നേതാവ് എന്ന നിലയിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാലോചിച്ചുണ്ടാക്കിയെടുത്ത ഒരു വലിയ വികസന സങ്കല്പമുണ്ട്. അത് ഈ നാടിന്റെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗിക്കുന്ന വികസന സങ്കല്പമാണ്. ടൂറിസം മേഖലയിൽ ഉൾപ്പെടെയുള്ള വലിയ മാറ്റം അതിന് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് നല്ല റോഡുകളാണ്. ആ നല്ല റോഡുകളാണ് ഉണ്ടാക്കിയത്. നമുക്ക് യാത്ര ചെയ്യാൻ മാത്രമല്ല, നാളെ ഈ നാടിന്റെ വികസനം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്കുള്ള വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം ഈ നാട്ടിലേക്കുണ്ടാകുന്ന അതൊഴുകിയെത്തേണ്ട നാടീ ജനമുകളായിട്ടാണ് മലയോര മേഖലയിലെ ഇടതും വലുതും ഇട റോഡുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ റോഡുകളെയും അന്തർദേശീയ നിലവാരമുള്ള റോഡുകളാക്കി നമ്മൾ മാറ്റിയിട്ടുള്ളത്. അതും ഒരു വികസന സങ്കല്പത്തിന്റെ അതിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ സമഗ്രമായ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ കാണാതിരുന്നുകൂടാ. ഞാൻ ആദ്യം സൂചിപ്പിച്ച വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ, അവിടെ പൂമ്പാറയിൽ ഒരു ഗവൺമെന്റ് കോളേജ്, ഇവിടെ ഒരു ITI തുടങ്ങി വികസന മേഖലയിൽ ഉണ്ടായ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മളുടെ കരുണാപുരത്തുൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. അങ്ങനെ എണ്ണി പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ടാക്കിയ വലിയ മാറ്റം, ആ മാറ്റം ഉടുമ്പൻചോലയിൽ മാത്രമല്ല ഇടുക്കിക്കാകമാനം അതിന്റെ നേട്ടമുണ്ടായി. ഇതിനു മുമ്പ് ഇടുക്കിയിൽ നിന്ന് ചില മന്ത്രിമാരുണ്ടാകുമ്പോൾ തൊടുപുഴയിൽ കേന്ദ്രീകരിച്ച് തൊടുപുഴയുടെ വികസനം അവിടെ ഉണ്ടായില്ല. വികസനം മാത്രവുമല്ല, പ്രമാണിമാർക്കും പ്രമാണി വർഗത്തിനും വേണ്ടി മാത്രം ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും മന്ത്രി എന്ന പദവി പ്രമാണിമാരുടെ അന്തഃപുരങ്ങളിലും പ്രമാണിമാരുടെ ദർബാറുകളിലും പ്രമാണിമാരുടെ ഉപജാപങ്ങളിലും കൊണ്ടുപോയി വെച്ചിരുന്ന ഇന്നലെകളെ മാറ്റി മന്ത്രി എന്ന ജനാധിപത്യത്തിന്റെ വലിയ പദവിയെ ഇവിടെ തെരുവിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ചുവട്ടുകാരനും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും ഇവിടുത്തെ തൊഴിലാളിക്കും ഇവിടുത്തെ കർഷക തൊഴിലാളിക്കും ഇവിടുത്തെ ഇടത്തര കൃഷിക്കാർക്കും ഇവിടുത്തെ സാധാരണക്കാരനും ഇവിടുത്തെ ദളിതരും ഇവിടുത്തെ ഗോത്രവർഗക്കാരനും ഇവിടുത്തെ പിന്നോക്കക്കാരനുമൊക്കെ കയ്യിൽ പിടിച്ച് തോളിൽ കൈയിട്ട് ആശാരെ എന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന ജനകീയമായി ആ പദവിയെ മാറ്റിയെടുത്തയാളാണ് സഖാവ് എം. എം. മണി.
പണ്ട് മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രമാണിയുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ദർബാറുകളിലും ഉപജാപങ്ങളിലും അവന്റെ ഊൺമേശകളിലും മാത്രമായിരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മന്ത്രി തെരുവിൽ നമ്മളോടൊപ്പം, സാധാരണക്കാരനോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം ഈ തെരുവിലുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. അതുണ്ടാക്കിയ മാറ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ച് പ്രമാണിമാരുടെ ഈ അന്തഃപുരങ്ങളിലേക്കും ദർബാറുകളിലേക്കും ഉപജാപങ്ങളിലേക്കും പോകണ്ട എന്ന് ഈ കേരളം മുഴുവൻ വിധി എഴുതുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് ഉറപ്പാണ് ഉറപ്പാണ് തുടർഭരണമെന്ന്. ഈ മണിയാശാനെ പോലെ തന്നെ ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. സങ്കല്പത്തിലെ മാറ്റങ്ങളാണ് പ്രിയമുള്ളവരെ, കാഴ്ചപ്പാടിന്റെ മാറ്റങ്ങൾ. ഞാൻ ഈ ഉടമജോലിയിലെ മറ്റു വികസനത്തെ കുറിച്ചൊന്നും പറയുന്നത് അവസാനിപ്പിക്കും. അപ്പോൾ സങ്കല്പത്തിലെ, കാഴ്ചപ്പാടിലെ, സമീപനത്തിലെ വ്യത്യാസമാണ് ഇത്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ നിയമസഭാംഗമായി, അതിനു മുമ്പ് പാർട്ടി പ്രവർത്തകനായിരുന്നു. ഭരണ കോളേജിൽ പോയി പഠിച്ചതിന് വിദ്യാഭ്യാസമുണ്ട്. അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ. ആ സഖാവ് പിണറായി വിജയനെ എന്താ കോൺഗ്രസ്സുകാർ വിളിക്കുന്നത്? എന്താ അവർ പറഞ്ഞത്? ചെത്തുകാരന്റെ മോൻ എന്നല്ലേ? ചെത്തുകാരന്റെ മകൻ എന്ന് പിണറായി വിജയനെ അവർ വിളിച്ചു. ചെത്തുകാരന്റെ മകൻ എന്ന് വിളിച്ചപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു പിണറായി വിജയനോട്, സഖാവിനോട്, അങ്ങക്ക് ബുദ്ധിമുട്ടില്ലേ എന്ന്. മുഖ്യമന്ത്രി പറഞ്ഞു, എന്തിന് ബുദ്ധിമുട്ടണം? എന്റെ അച്ഛൻ ചെത്തുതൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നയാളാണ്. എന്റെ ജ്യേഷ്ഠൻ ചെത്തുതൊഴിൽ ചെയ്ത് ജീവിച്ചയാളാണ്. ആരോഗ്യം ഉള്ളിടത്തോളം കാലം ആ ജോലി ചെയ്തയാളാണ്. എന്റെ ജ്യേഷ്ഠനും എന്റെ പിതാവുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചവരാണെന്ന് പറയുന്നത് അഭിമാനമല്ലേ? പിന്നെ അതേ ജോലി തന്നെ ഞാനും ചെയ്യണമെന്ന് നിർബന്ധിക്കാനാവുമോ? ഞാനിപ്പോൾ ആ ജോലി അല്ലല്ലോ ചെയ്യുന്നത്, മുഖ്യമന്ത്രിയായി ഈ ജോലിയല്ലേ ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ മറുപടിക്ക് വലിയ അർത്ഥമുണ്ട് കേട്ടോ. ആ മറുപടിക്ക് വലിയ അർത്ഥമുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കേരളം അനുഭവിച്ച കരുതൽ, ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളാരും പട്ടിണി കിടക്കാതിരുന്നത്, പാവപ്പെട്ടവന് നല്ല ചികിത്സ കിട്ടിയത്, പാവപ്പെട്ടവന്റെ കുട്ടികൾ നല്ല പള്ളിക്കൂടത്തിൽ അന്തസ്സോടെ പഠിച്ചത്, കൂരയില്ലാതെ പോകുന്നവന് കൂര വെച്ച് കിട്ടിയത്, ഈ മഹാമാരിയുടെ കാലത്തെല്ലാം ഒരാൾക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകാതെ കാത്ത് പരിപാലിച്ചത്, പെൻഷൻ 600 രൂപയുടെ കുടിശ്ശിക തീർത്ത് മുഴുവൻ കൊടുത്ത് മുഴുവൻ ആളുകൾക്കും കൃത്യമായി എല്ലാ മാസവും പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇത് ചെയ്യണമെങ്കിൽ പാവപ്പെട്ടവന്റെ വേദനയറിയണം, പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടറിയണം, ആഹാരമില്ലാതെ പോകുന്നവന്റെ വിശപ്പിന്റെ വേദന എന്തെന്നറിയണം, വീടില്ലാതെ പോകുന്നവന്റെ, അടച്ചുറപ്പില്ലാത്ത വീട്, ചോർന്നൊലിക്കാത്ത മേൽക്കൂരയില്ലാത്തവന്റെ യാതനകളും ദുരിതങ്ങളും എന്തെന്ന് മനസ്സിലാവണം. പള്ളിക്കൂടത്തിൽ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ചെല്ലുമ്പോൾ പുസ്തകവും പരീക്ഷയും ഇല്ലാതെ പോകുന്ന മാതാപിതാക്കളുടെ വേവലാതി മനസ്സിലാകണം. ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടറില്ല, മരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അന്താളിച്ചു പോകുന്ന സാധാരണ മനുഷ്യന്റെ ആകുലതകളും ദുരകളകളും മനസ്സിലാകാനാവണം. അതിനൊക്കെ പ്രിയമുള്ളവരെ, അതിനൊക്കെ വേണ്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം. പ്രമാണിമാരായി ജനിച്ച് പ്രമാണിമാരോടൊപ്പം ജീവിച്ച് അച്ഛന് ശേഷം മകനും മകന് ശേഷം മകന്റെ മകനും MLA-യും മന്ത്രിയുമായി അങ്ങനെ അധികാരമൊരാഘോഷമായി, അധികാരമൊരു കൊണ്ടാളലായി കൊണ്ടു നടക്കുന്നവർക്ക് അത് അവർ മനസ്സിലാവില്ല, അവർക്ക് ആ വേദനയറിയില്ല, പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടറിയില്ല. അതറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ സഖാവ് പിണറായി വിജയനെ പോലെ, നിങ്ങൾ പിന്നെയും ആക്ഷേപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിയാശാനെ പോലെ ഒരു പാവം കർഷകന്റെ മകനായി പിറന്ന 5-6 വയസ്സിൽ മണിയോരത്തേക്ക് കുടിയേറി വന്ന ഒരു കർഷകനായി, കർഷക തൊഴിലാളിയായി, പിന്നീട് തോട്ടം തൊഴിലാളിയായി, അങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ ബുദ്ധിമുട്ടുകളും നേരനുഭവമാക്കി
കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് പൊതുപ്രവർത്തകനായി പതിറ്റാണ്ടുകളോളം ഈ മണ്ണിൽ പൊതുപ്രവർത്തനം നടത്തുക മാത്രമല്ല ഈ നാടിന്റെ എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ദുരന്തങ്ങളും വൈദ്യുതി ഇല്ലാത്തതിന്റെ റോഡില്ലാത്തതിന്റെ ആതുരാലയങ്ങളില്ലാത്തതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തതിന്റെ മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിന്റെ ഈ എല്ലാ ഇല്ലായ്മകളുടെയും ദുരന്തങ്ങളും നേരനുഭവമാക്കിയ സ്വന്തം ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ആ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നല്ല അനുഭവങ്ങളുമായി വരുന്ന ഈ ആളുകളുണ്ടല്ലോ, അവർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് പാവപ്പെട്ടവൻ പരിഗണിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് അതൊക്കെ നിലനിർത്തണമെങ്കിൽ ഇവരൊക്കെ ജയിച്ചു വരണം. ബഹുമാനപ്പെട്ട മണിയാശാൻ കേരളത്തിലെ മണിയാശാനോട് 2016 ഒരുപക്ഷെ ഉടുമ്പൻ ചോല ഒരു ചെറിയ നന്ദികേട് കാട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1900 വോട്ടാക്കി നിർത്തിക്കൊടുത്തതാണ്. ആ തെറ്റി ഭാഷ നമുക്ക് തിരുത്തണ്ടേ. ആ തെറ്റ് തിരുത്തുക മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, കേരള സംസ്ഥാനത്ത് സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരമുള്ള ആളുകൾ നെഞ്ചിലേക്കുന്ന മന്ത്രി ആരാ? അപ്പൊ പിന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് എം എം മണിയെ വിജയിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും സജ്ജരാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഴുവൻ ആളുകളെയും നേരിൽ കാണണം, എല്ലാവരോടും കാര്യങ്ങൾ പറയണം. ഈ ഗവൺമെന്റ് ചെയ്തു തന്ന കാര്യങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഇനി അത് പറഞ്ഞില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹർത്താൽ നടത്തിയത് 26-ാം തീയതി അല്ലേ? എനിക്ക് ഒത്തിരി ആലോചിച്ചിട്ട് പിടുത്തം കിട്ടിയില്ല. എന്തിനാ ഈ ഹർത്താൽ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്തിനാണ് ഹർത്താൽ നടത്തിയത് എനിക്ക് മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, ഹർത്താൽ നടത്തുന്നത് എപ്പോഴാണ്? പ്രതിഷേധിക്കാനാണ് അല്ലെ? നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോ ഈ അടച്ചിട്ട ശ്രീകോവിലുകൾക്കോ അല്ലെങ്കിൽ ഇല്ലാത്ത ദൈവങ്ങൾക്കോ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമോ? ഇല്ലല്ലോ. പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? അത് പ്രാർത്ഥന കേൾക്കാൻ അവിടെ ഒരാളുണ്ടെന്ന് തോന്നുമ്പോൾ അല്ലെ? ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നത് എവിടെയാ? ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും കാർഗോമാരെന്തെങ്കിലും മേടിച്ചു തന്നില്ലെങ്കിൽ എങ്കിൽ പിന്നെ കരഞ്ഞ അപ്പനെ അങ്ങ് തോപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അപ്പം വീട്ടിലില്ലാത്ത സമയത്ത് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്ന് പറയുന്നതിനാണ് ഈ സംസ്ഥാനത്ത് ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു, പിന്നെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളല്ല. അല്ല, നമ്മളത് പറയണ്ടത് അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആളുകൾക്ക് അന്നം പോലും കൊടുക്കാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയണേ. അന്നം മുടക്കി രമേശ് ചെന്നിത്തല പറയുന്നു സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് പാവ ആളുകൾക്ക് അരി പോലും കൊടുക്കരുത്. അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ പറയാണ്, UDF പറയാണ്, അല്ല ഈ പ്രശ്നം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അത് പരിഹരിക്കണം എന്നാണ് പറയാ. അപ്പൊ ഒരു ഗവൺമെന്റ് ഇല്ല, നടപടിയെടുക്കാൻ ഉള്ള സംവിധാനം ഇല്ല. അപ്പൊ പിന്നെ ആരോടാണ് ഇവർ സമരം ചെയ്യുന്നത്? ആ ഹർത്താൽ നടത്തിയ ഒരു ദിവസം ഇവിടുത്തെ വ്യാപാരികൾ കൊറോണയെ കഴിഞ്ഞ് അതൊക്കെ നടത്തി നിർത്തിയത് നമ്മളൊക്കെ ഹർത്താൽ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഇവിടെ വന്ന് ഇടത്തേറ്റത്തിന്റെ ഒത്തിരി ഹർത്താൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഗവൺമെന്റ് ഉള്ളപ്പോഴാ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ നടത്തിയെടുത്തുകൊണ്ട് ഹർത്താൽ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഹർത്താല് ഇല്ലാത്തടത്ത് ഹർത്താൽ, ഗവൺമെന്റ് ഇല്ല, ഹർത്താൽ നടത്തി. എന്തിനാ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചു എന്തിനാ നിങ്ങൾ? അപ്പൊ അവര് പറഞ്ഞു 2-ാം തീയതി മെയ് മാസം കഴിയുമ്പോ ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാകും, അപ്പൊ ഞങ്ങൾ പരിഹരിക്കും. ഞാൻ ചോദിച്ചു പിന്നെ പരിഹരിച്ചാൽ പോലെ. അപ്പോൾ പ്രശ്നം അറിയോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ആ വിഷയം ഞങ്ങൾ പരിഹരിക്കും. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാ വിഷയവും പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ? പട്ടയുന്നില്ലേ? ഉപാധിയില്ലാത്ത പട്ടയല്ലേ വീട്ടിൽ പഠിച്ചോണ്ട് വെച്ചേക്കണേ, ബാക്കിലും വെച്ചേക്കണേ. വരുമാന പരിധി ഇല്ലാതെ മുഴുവൻ ആളുകൾക്കും പട്ടയം കിട്ടിയില്ലോ. പിന്നെ 10 സെന്റിലെ പട്ടയം കിട്ടിയില്ലോ. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത് ഈ മണിയാശാന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാ. ഞങ്ങൾ ഈ വിഷയവും പരിഹരിക്കും. ഞങ്ങൾക്ക് പരിഹരിക്കുമെന്ന് ഉറപ്പുണ്ട്. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടർഭരണ ഉണ്ടാവും. അപ്പോൾ ഈ വിഷയം പരിഹരിക്കുമെന്ന് ഇവിടെ ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് വന്ന് പറഞ്ഞത് ക്യാപ്റ്റൻ പിണറായി വിജയനാണ്. പറയുന്നത് നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. വെറും വാക്ക് പറയില്ല. ആ പിണറായി വിജയൻ പറഞ്ഞു ഈ വിഷയം ചെറിയ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കും. അതെല്ലാം പറയാം, പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ UDF-കാർക്ക് അത് ഉറപ്പുണ്ട്. എന്നാ അറിയോ? കാരണം പ്രതിഷേധം ഗവൺമെന്റിനോടുള്ളോ, പിന്നെ അവരുടെ ഗവൺമെന്റ് പറഞ്ഞിട്ട് പ്രതിഷേധിക്കേണ്ട കാര്യമില്ലോ.
പക്ഷെ അവർക്കറിയാം അവന്റെ ഭരണം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അപ്പൊ പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു വെടിയങ്ങ് വെച്ചിട്ടേക്കാം പന്നി വന്ന് കയറുമെന്ന്. ഞങ്ങൾ ഒരു ഹർത്താലങ്ങ് നടത്തി വെച്ചേക്കുന്നു, അടുത്ത ഗവൺമെന്റ് വരുമ്പോ അതൊരു പ്രതിഷേധമായി കണക്കാക്കിയേക്കണമെന്നാണ് അതാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനത്തെ പരിപാടി കേട്ടാണ് ഇറങ്ങിയേക്കണേ. അവിടെ പ്രിയമുള്ളവരെ, ആ വിഷയം വളരെ ലളിതമാണ്. ഇവർ ഈ പറഞ്ഞ നിർമ്മാണ നിരോധനമൊന്നുമില്ല, ഇവിടെയൊക്കെ നിർമ്മിക്കുന്നില്ലേ? ഇല്ലേ? ഇവിടെയൊക്കെ നിർമ്മിക്കുന്നില്ലേ? ഉണ്ടല്ലോ, നിർമ്മാണ നിരോധനമൊന്നുമില്ല. അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമി നിയോഗവുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തതയുണ്ട്. ആ അവ്യക്തത 1964 മുതലുണ്ട്. അത് ഭൂമി ഭരിച്ചു കൊടുക്കുന്നത് വീട് വെക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും വേണ്ടിയാണ്, മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിയമം അങ്ങനെയാണ്. പക്ഷെ വീട് വെച്ച് കൃഷി ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറഞ്ഞ എല്ലാം ഉണ്ടാക്കി, ഈ ഇടത്തേക്ക് കാണുന്ന എല്ലാം ഉണ്ടാക്കി. കട വെച്ചു, ആശുപത്രി വെച്ചു, പള്ളി വെച്ചു, പള്ളിക്കൂടം വെച്ചു, ബാങ്ക് വെച്ചു, എല്ലാം വെച്ചു. പക്ഷെ ആരും തർക്കിച്ചില്ല കേട്ടോ. 2013 വരെ ആരും തർക്കിച്ചില്ല. 2013 UDFന്റെ അടൂർ പ്രകാശ് മന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ ഗവൺമെന്റ് പീരീഡ് ഒരു സുശീല പട്ട് അവിടെ പോയി എഴുതി കൊടുത്തു, ഇതിനകത്ത് കുഴപ്പമുണ്ട്. ഏത് ഈ റൂൾ 4 കൃഷിക്ക് വീട് വെക്കാൻ കൊടുത്തവർക്ക് വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു. ഏത് മൂന്നാറിലെ റിസോർട്ട്, അവിടെ റിസോർട്ട് പൊളിക്കണം എന്നാണ് അവരുടെ ആവശ്യം. നമ്മൾ അന്നേ പറഞ്ഞു ഇത് ഭൂതത്തെ കുടമടിച്ചു വിടുന്നതിന് തുല്യമാണ്, വേണ്ടാത്ത പണി ചെയ്യരുതെന്ന്. പക്ഷെ മനസ്സിലായില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ അവിടെ നിന്നു, പിന്നെയൊന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഈ 2016, 15, 16 ആയപ്പോ നിങ്ങളുടെ നാട്ടുകാരന് ചങ്ങായി ഉണ്ട്. ഞാൻ ഇനിയിപ്പോ ഇവിടെ ഒരു പേരൊന്നും പറഞ്ഞു വലിയ ആളാക്കുന്നില്ല. നിങ്ങൾ അറിയാത്ത ആൾ എനിക്ക് അങ്ങനെ ഞാൻ പേരൊന്നും ഈ നാട്ടുകാരന് ചങ്ങായി. അപ്പൊ ഈ ചങ്ങായിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറ്റേ നമ്മുടെ തൃക്കാക്കരത്തെ MLA ശിഷ്യനാണെന്നാ പറഞ്ഞത്. അതിൽ അഭിമാനം താടിയെ കുറിച്ച്. അപ്പൊ എന്താ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങായി ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് ഒഴുക്കിന്റെ ഒക്കെ ഭാഗമായി തൊടുപുഴക്കാരൻ ഒരു മുതലാളിയോട് ചെറിയ പഴക്കം തോന്നി. അപ്പൊ അയാളിവിടെ നമ്മളെ ഈ പള്ളിവാസൽ കെട്ടിടം പണിയുണ്ട്, അതിനെതിരെ ഒരു പരാതി കൊടുത്തു. ആ പരാതി അന്വേഷിച്ചു വിജിലൻസ്. അപ്പൊ അവിടെ ഭൂമി കയ്യേറ്റമാണ്, അവിടെ ഭൂമിയിൽ മൊത്തം കയ്യേറ്റമാണ്, അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി. വിജിലൻസുകാരെല്ലാം അന്വേഷിച്ചു, അവിടെ കയ്യേറ്റമില്ലാന്ന് കണ്ടെത്തി. പക്ഷെ അവസാനം വിജിലൻസുകാരൻ പറഞ്ഞു ഈ വീട് വെക്കാനും കൃഷി പട്ടയമുണ്ടോ, അവിടെ റിസോർട്ട് പണിയുവാണ്, അവിടെ ഈ ഭൂമി പിടിച്ചെടുത്തേക്കണമെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പിനൊക്കെ നിർദ്ദേശം കൊടുത്തു. വിജിലൻസിന്റെ റിപ്പോർട്ടല്ലേ എന്ത് ചെയ്തു? റവന്യൂ വകുപ്പ് പെട്ടെന്ന് ആ സാധനം എടുത്തിട്ട് കളക്ടറെ കഴിച്ചു കൊടുത്തു. കളക്ടറൊക്കെ പറഞ്ഞു അപ്പൊ ശരിയാ, അത് പണിയാൻ പാടുന്നത് 8 വില്ലേജിൽ മാത്രമായിട്ട് സർക്കിൾ കൊടുത്തു. ഏത് മൂന്നാറിനെ ആ 8 വില്ലേജ് എന്ന് പറയുന്നത് മൂന്നാർ ട്രൈബ്യൂണലിന്റെ കീഴിൽ വരുന്ന. അതിനൊരു പശ്ചാത്തലം എന്ന് വെച്ചാൽ 2010 മുതൽ ഇവരുടെ തന്നെ കോൺഗ്രസിന്റെ തന്നെ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന വൺ എർത്ത് വൺ ലൈഫ് അവരുടെ കേസ് കൊടുത്ത് അതിനകത്ത് ഉത്തരവ് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വളരെ സങ്കീർണമാണ് കേട്ടോ കാര്യം, ഞാൻ മനസ്സിലാകുന്ന പക്ഷേ പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ കളക്ടർ എടുത്ത് വെച്ചിട്ട് അത് അവിടെ ഈ റൂൾ 4, അതായത് വീട് വെക്കാനും കൃഷി വെക്കാനും പതിച്ചു കൊടുത്ത ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് NOC നിർബന്ധമാക്കി കൊടുത്തു. അതായത് പണിയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല, വീടൊക്കെ പണിയാം. അപ്പൊ അന്നേരം വന്നപ്പോഴത്തേനും ഞാൻ ഈ പറഞ്ഞ അവിടുത്തെ നമ്മുടെ ഈ നിങ്ങളുടെ നാട്ടുകാരെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തില് മറ്റേ അത് സ്റ്റോപ്പ് കൊടുത്തു. ഈ തൊടുപുഴത്തെ റിസോർട്ടുകാർക്ക് അയാൾ അതിന് നേരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ കേസ് വാദിച്ചത് ഇപ്പോഴത്തെ മൂവാറ്റുപുഴത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ. അപ്പൊ ആ സ്ഥാനാർത്ഥി വക്കീലായിട്ട് അയാളിന്റെ നമ്മുടെയൊക്കെ തലയിൽ മാത്രമേ ബുദ്ധി, കുഞ്ഞു ബുദ്ധിയാണ്. പക്ഷെ അങ്ങേരുടെ വിചാരം അങ്ങയുടെ ശരീരം മുഴുവൻ ബുദ്ധിയാണെന്നാണ്. അപ്പൊ ശരീരം മുഴുവൻ ബുദ്ധിയുടെ അങ്ങേര് അത് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി എടുത്ത് വെച്ചിട്ടുള്ളത് ചട്ടം ഇങ്ങനെ നിൽക്കുക. ഒരു ദിവസം കോടതിയിൽ പോയി വക്കീലുമായിട്ട് പോകില്ല, കാരണം ചട്ടം നിൽക്കുമ്പോൾ കോടതിക്ക് അതനുസരിച്ച് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയുടെ മാത്രമല്ല സമാന സ്വഭാവമുള്ള മുഴുവൻ ഭൂമിയിലും പട്ടയം ക്യാൻസൽ ചെയ്ത് ഭൂമി തിരിച്ചെടുക്കാൻ പറഞ്ഞ ഉത്തരവ് വിനോദ് ചന്ദ്രന്റെ ജഡ്ജി. അപ്പൊ ആ ഉത്തരവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ തുടർ നടപടികൾ ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ കേസായി വഴക്കായി ഞാൻ ഇങ്ങനെ. അതിനിടയ്ക്ക് മണിയാശാനെല്ലാം കൂടെ കൂടി അത് നടപടിയെടുത്ത സബ് കളക്ടർക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു. നമ്മുടെ ശ്രീറാം വെങ്കട്ടരാമനെതിരെ. പിന്നീട് അറിയാം ശ്രീറാം വെങ്കട്ടരാമനെ കണ്ണു കുടിച്ചിട്ട് ആളെ പോണേ. ആ ശ്രീറാം വെങ്കട്ടരാമനെ നടപടി സ്വീകരിച്ചു. ഗവൺമെന്റ് അതിന് മണിയാശം വർത്താനം പറഞ്ഞു. മണിയാശം വർത്താനം പറഞ്ഞ് മുഖ്യമന്ത്രി അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ പത്രക്കാരെല്ലാം കൂടെ കൂടി അയ്യോ കയ്യേറ്റമാണെന്ന് പറഞ്ഞു വന്നു. ഇതൊക്കെ ഈ പറയുന്ന നിങ്ങളുടെ DCC ഇവിടുത്തെ കോൺഗ്രസിന്റെ DC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാറ്, OK പൗലോസ്, പിന്നെ ഇപ്പത്തെ MP, അന്നത്തെ MP അല്ല, പിന്നെ ഇവരെല്ലാം കൂടെ കൂടി ചാനലിൽ പോയിരുന്ന് MM മണിയെയും പിന്നെ നമ്മുടെ പിണറായി വിജയനെയും പിന്നെ നാട്ടിൽ എന്ത് നടന്നാലും ഈ ജോയ്സ് ജോർജിന്റെ കയ്യേറ്റമുണ്ടല്ലോ അതുകൂടെ കൂട്ടി വെച്ചിട്ട് ഭയങ്കര ചർച്ച. എന്നിട്ട് ചർച്ച ചെയ്ത് വലിയ വിവാദമാക്കി. അത് നടക്കാതെ പോയി. അല്ലെങ്കിൽ അന്നാ വിഷയം തീർന്നു.
അത് കഴിഞ്ഞ് പിന്നീട് ഇത് ഞാൻ കേസ് നടത്തി കഴിഞ്ഞപ്പോൾ പോയി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പരിഹരിക്കാതെ വന്നപ്പോൾ ഗവൺമെന്റ് ഉത്തരവ് തരും. കാരണം ഇത് കോടതി ആകെ പ്രശ്നമാണ്. ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരവ് തരും. പക്ഷെ നമ്മൾ അതിനെ എതിർത്തു. മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. അതിനനുസരിച്ച് വിഷയം തീർക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴും അപ്പൊ ഈ മൂന്നാറിലെ റിസോർട്ടുകാരെ ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു പ്രത്യേക നിലപാടുണ്ടാവും. എന്ന് പറഞ്ഞാൽ റിസോർട്ട് മാത്രം, ആ റിസോർട്ടിന് കൊടുത്തുള്ള പള്ളിവാസൽ പഞ്ചായത്തിലെ പോലും കൃഷിയിടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിസോർട്ടുകൾ മാത്രം നിൽക്കുന്ന മൂന്നാറിന്റെ ടൂറിസം മേഖലയെ വ്യത്യസ്തമായി കാണും എന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചു. കാരണം റിസോർട്ട് മുതലാളിമാർക്ക് പ്രശ്നമായി. അവരെല്ലാം കൂടി എന്ത് ചെയ്തു? ഈ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരെ ഹയർ ചെയ്തു, വാടകയും കൊടുത്തു. എന്നിട്ട് ഹൈക്കോടതി കൂടി ഒരു കേസ് കൂടി കൊടുത്തു. ആ കേസിനകത്ത് എന്നെ ആവശ്യപ്പെട്ടെന്നറിയോ? എന്നേ ഈ റൂൾ 64 എല്ലായിടത്തും ബാധക, അതായത് ഇവിടെ എർട്ടിയാറ്റിലും ബാധക, നിങ്ങൾക്കും കിട്ടിയേക്കണേ പട്ടയനുസരിച്ച്. അത് ഞങ്ങൾക്ക് ഈ മൂന്നാറിൽ മാത്രം പറ്റത്തില്ല, കേരളം മുഴുവൻ വ്യാപകമാക്കണം പറഞ്ഞ് ഹൈക്കോടതി കൂടി ഒരു കേസും കൊടുത്തു. കോടതി അത് മൊത്തം കേരളം മൊത്തമാക്കി. ജനപക്ഷത്തേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? അത് നടപ്പിലാക്കാൻ പറ്റുമോ? ഗവൺമെന്റ് കൂടെ നടപ്പിലാക്കാനാവില്ല. ഇത് ഇരട്ടിയാക്കി നടപ്പിലാക്കാൻ പറ്റില്ല. ഇത് കട്ടപ്പനയിൽ നടപ്പിലാക്കാൻ പറ്റില്ല. കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് അപ്പീൽ കൊടുക്കും. അപ്പീലും ഇവര് കേസ് നടത്തി തള്ളിച്ചു. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ഗവൺമെന്റ് പോകുന്നതിന് വേണ്ടിയാ. ഇവര് പറയണ നുണയൊന്നുമല്ല. ഇടുക്കിക്കാർക്ക് മാത്രമായിട്ടല്ല, അങ്ങനെ സാധനമില്ല. 8 വില്ലേജിലെ ഈ പ്രശ്നമുള്ളൂ. വേഗം പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു ആ സംസ്ഥാനം കൂടെ നടപ്പിലാക്കാൻ പറ്റും. ഗവൺമെന്റ് അപ്പോഴും നടപ്പിലാക്കിയില്ല. ഗവൺമെന്റ് അപ്പോഴും നടപ്പിലാക്കി. ഞാൻ നിർത്തുകയാണ്, സമയം നിർത്തോ, ഇത് പറഞ്ഞിട്ട് ഗവൺമെന്റ് അപ്പോഴും നടപ്പിലാക്കിയില്ല. അപ്പോഴും നടപ്പിലാക്കാതെ വന്നപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവരോട് കണ്ടംപ്റ്റ് കൊടുത്തു. കോടതി അലക്ഷ്യം. അതൊരു കോൺഗ്രസ്സുകാരി മേരി ജോസഫ്. എന്നിട്ട് ആ കോടതി അലക്ഷ്യ നടപടികളുടെ ഭാഗമായി ഗവൺമെന്റ് ഉത്തരവിറക്കിയത് പിൻവലിക്കണമെന്ന് പറഞ്ഞാണ് ഈ ഹർത്താൽ നടത്തിയേക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 1964 ഭൂപതിവചട്ടങ്ങൾ ഭേദഗതി ചെയ്യും. മൂന്നാർ ആ ടൂറിസം മേഖലയെ മാത്രം ഒഴിവാക്കി കാർഷിക മേഖലയിലെ മുഴുവൻ നിർമ്മാണങ്ങളും സംരക്ഷിക്കും. ഒരു കൃഷിക്കാരനെയും അവന്റെ ഭൂമിയിലോ അവൻ വെച്ചിട്ടുള്ള വാണിജ്യ നിർമ്മാണങ്ങളിലോ ചെറുകിട വ്യാപാരിയുടെയോ സാധാരണക്കാരന്റെയോ ഒരു ചെറുകാട്ടയ്ക്ക് പോലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് നേടുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഉടുമ്പൻചോലയിൽ നമ്മൾ ജയിക്കും. അങ്ങനെ ജയിക്കാൻ പോകുമ്പോൾ ചില കുഞ്ഞി പണികളുമായിട്ട് കോൺഗ്രസ്സുകാർ വരും. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ചില പരിപാടിയൊക്കെ ആയിട്ട് വരും. ചിലപ്പോൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞു വരും. ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞു നിർത്താണ്. കഥയുടെ ഒരു സംഭവം ഇന്നലെ 2 ദിവസം മുമ്പ് കണ്ട് പുറ്റടിയിൽ രാഹുൽ ഗാന്ധി ഒന്ന് നിങ്ങളെ അറിഞ്ഞാണോ? ആരും അറിഞ്ഞില്ല. കാരണം ഇപ്പൊ രാഹുൽ ഗാന്ധി ഒന്നും വന്നാൽ ആരും അറിയില്ല. പുറ്റടി ഒന്നും ഒട്ടും അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നാടകം എന്താ സംഭവം അറിയുമോ? പുറ്റടിയിൽ രാഹുൽ ഗാന്ധി വരികയാണ് 2 ദിവസം മുമ്പ്. അപ്പൊ ഉച്ചയായപ്പോ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരു ഫോൺ പുറ്റടിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ, അത് പുറ്റടിയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഫോൺ വന്നു. എന്താ കാര്യം? അവരൊന്ന് രാഹുൽ ഗാന്ധിക്ക് വരുമ്പോൾ ഒരു ഏണി വേണം, ഒരു ഏണിയുടെ ആവശ്യമുണ്ട്. അവിടെ ഏണി സംഘടിപ്പിച്ച് വെച്ചേക്കണം എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ ഏണി സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിക്ക് കയറാനുള്ള ഏണിയല്ലേ? അപ്പൊ കോൺഗ്രസ്സുകാർ പുറ്റടികളിൽ എല്ലാം അന്വേഷിച്ചു നല്ല ഏണി കണ്ടുപിടിച്ചു. ഏണി എന്തിനൊന്നും ചോദിച്ചില്ല. അപ്പൊ രാഹുൽ ഗാന്ധി വന്നു, വിമാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇവരെത്തിയിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി സാറിന് വന്നല്ല ചെയ്യണേ, കടലിൽ പോയാൽ കടലിൽ ചാടുന്നു. സാറിന് ആളുകൾ മീൻ പിടിക്കണമെന്ന് ചൂണ്ടയിട്ടോ വലയിട്ടോ. പക്ഷെ രാഹുൽ ഗാന്ധി കടലിൽ അറബിക്കടലിൽ ചാടി മീനെ ഓടിച്ചിട്ട് പിടിക്കും. എന്നിട്ട് ഈ അറബിക്കടലിൽ കിട്ടാത്ത മീനുമായിട്ട് പോകും. അതാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടി. കോളേജിൽ പോകും, പെൺപിള്ളേർ മാത്രമുള്ള കോളേജിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്താ വെച്ചാൽ പെൺപിള്ളേരെ വളഞ്ഞു നിൽക്കാനും നോക്കി നിൽക്കാനും ഒക്കെ പഠിപ്പിക്കും. എന്റെ പൊന്നു മക്കളെ, രാഹുൽ ഗാന്ധി വളയാനും ദൂരാതൊന്നും പോയിട്ടില്ല. അങ്ങനെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. കുഴപ്പക്കാരനാണ് പഠിക്കാൻ അമ്മ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. അപ്പൊ ഇങ്ങനത്തെ പരിപാടിയായിട്ട് ഈ പുള്ളി നടക്കണം. അപ്പോ ഇവിടെ വന്നു, അപ്പൊ പുറ്റടി വന്നു. അപ്പൊ രാഹുൽ ഗാന്ധി ഇറങ്ങി, രാഹുൽജി വന്നു. അപ്പൊ രാഹുൽജിയോട് പോയി ചോദിച്ചു. രാഹുൽജി വന്നു, ഇറങ്ങി, എല്ലാവരും പോയി വന്നു. അപ്പൊ രാഹുൽജിയോട് പറഞ്ഞു ഏണി മത്സരത്തോട് കൂടി എന്ന് പറഞ്ഞു. അപ്പൊ രാഹുൽജി പറഞ്ഞു ഏണി റെഡിയാണ്, യെസ്. ഒക്കെ പറഞ്ഞു ചോദിച്ചു ഫോട്ടോ ക്യാമറ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒക്കെ പറഞ്ഞു എല്ലാം ഉണ്ട്, ഏണിയുണ്ട്, ഫോട്ടോ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. ഒക്കെ രാഹുൽ ചോദിക്കുവാണ്, ശരി എവിടെയാണ് ഏലക്ക വയ്ക്കുന്നത്? എവിടെയാണ് ഏലക്ക വയ്ക്കുന്നത്? കാരണം ഉടുമ്പൻചോല ഒരു ഏലക്ക വയ്ക്കുന്നത്.
അപ്പൊ രാഹുൽ ഗാന്ധിയോട് ആരോട് പറഞ്ഞു ഉടുമ്പച്ചോളത്തിൽ വേലയ്ക്കാൻ പറ്റാത്ത മാർക്കറ്റ് അതൊക്കെ പുള്ളി പറഞ്ഞു ഏടി സംഘടിപ്പിച്ചു നോക്കി ശരിയാക്കാൻ അതാണ് അപ്പൊ ഏടി സംഘടിപ്പിച്ച് ഏലയ്ക്കാൻ പറിക്കാനായിട്ടാണ് പുള്ളി വന്നു. പക്ഷെ സംഗതി അപ്പൊ പറയാം അപ്പൊ കൂടുന്നവരില്ലാത്ത പ്രസക്തരായി. കാരണം രാഹുൽ ഗാന്ധിക്ക് കയറാവുന്ന ഏടി കേറി പറിക്കാനുള്ള ഏല വഴിയാണ്. ഒക്കെ അവർ പറയുന്നത് അതാ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഏൽക്കാൻ പറിക്കുന്നത് ഞാൻ നിലത്താണ്. ഓ അപ്പൊ ഒരു 10 മിനിറ്റ് എടുത്തു. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഫോട്ടോയ്ക്ക് സ്കോപ്പ് ഇല്ല. കാരണം നിലത്ത് നിന്ന് പറയുമ്പോൾ ഫോട്ടോ ഇല്ല. ഏണിയൊക്കെയല്ലേ ഫോട്ടോ. അത് പിന്നെ ശരി കാര്യമില്ല, ഇനിയിപ്പോ ഫോട്ടോ വേണ്ട, ശരി നമുക്ക് എന്ന് പറഞ്ഞ പോയി സ്റ്റേജിൽ കയറി 2 മിനിറ്റ്. നിങ്ങൾ ആരും അറിഞ്ഞില്ല, ആരും അറിയില്ല. കാരണം വെച്ചാൽ അവിടെ ഒരാളും ഇല്ലാത്തൊരു പേരും ഇല്ലായിരുന്നു, ആരോട്ട് അറിഞ്ഞില്ല. പക്ഷെ ഈ സൈസ് പരിപാടിയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇനിയും വരും. അപ്പൊ വരുമ്പേ അത് സൂക്ഷിച്ചേക്കണം. കാരണം പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് വയനാട്ടിൽ വന്ന് നമ്മളെ ഒന്ന് പറ്റിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ഈ സൈസ് പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒന്നെനിക്ക് ഉറപ്പാണ്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, നിങ്ങളുടെ മുഖത്തും കണ്ണിലും തെളിയുന്ന നല്ല പ്രകാശമുണ്ടല്ലോ, നല്ല പ്രത്യാശയുണ്ടല്ലോ. അതിനൊക്കെ അപ്പുറത്ത് ഈ ഗവൺമെന്റിനോടും ഈ ഭരണത്തോടും നിങ്ങൾ കാണിക്കുന്ന ആഭിമുഖ്യമുണ്ടല്ലോ. ആ ആഭിമുഖ്യം വോട്ടായി മാറുമ്പോൾ ഉടുമ്പൻചോലയെ അതിന്റെ തലവര മാറ്റിയെടുത്ത കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിൽ വികസനത്തിന്റെ പെരുമഴ പെയ്യിച്ച, നമുക്ക് വികസനത്തിന്റെ പെരുമഴക്കാലം സമ്മാനിച്ച ഈ നാടിന്റെ പ്രിയപുത്രൻ എനിക്കും നിങ്ങൾക്കും എപ്പോഴും സമീപിക്കാവുന്ന, ആശാനെ എന്ന് വിളിക്കാവുന്ന, നമുക്ക് ഇണങ്ങിയും പിണങ്ങിയും സംസാരിക്കാവുന്ന, നമ്മളോട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ നാടിന്റെ ശൈലിയിൽ നമ്മളോട് പ്രതികരിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മണിയാശാൻ. മണിയാശാന് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മെയ് 6-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് മെയ് മാസം 2-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ കൊച്ചു കേരളമാകെ ചുമந்து തൊടുത്ത് വിളികളോടുകൂടി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ തുടർ ഭരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉടുമ്പൻചോലയുടെ മണ്ണിൽ രക്തധാരങ്ങൾ അറിയിച്ച് തോളിൽ കയറ്റി മുദ്രാവാക്യം വിളിച്ച് ആനന്ദ നൃത്തം ചവിട്ടാൻ, എം മണിക്കൊപ്പം ആനന്ദ നൃത്തം ചവിട്ടാൻ ഞാനുമുണ്ടാകും. അന്ന് നിങ്ങളോടൊപ്പം ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഒരു കൊച്ചു മിടുക്കി ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ പഴംപറമ്പിൽ അനു അഗസ്റ്റിനെ ബഹുമാനായ മണിയാശാൻ ഇവിടെ ആദരിക്കുന്നുണ്ട്. ശാന്തിഗ്രാം പഴയ പറമ്പിൽ ആന്റണി തമ്പിയുടെയും അഗസ്റ്റിന്റെയും, തമ്പി എന്ന അദ്ദേഹം ലീലാമ്മയുടെയും ലിസമ്മയുടെയും മകളാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. ആ അഭിമാനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട നമ്മളുടെ കുഞ്ഞനുജത്തി, നമ്മുടെ കൂട്ടുകാരി, ഈ അവസരത്തിൽ അനുവിനെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു. ഇരട്ടയാറിലെ പ്രിയപ്പെട്ടവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന മഹത്തായ ചടങ്ങാണ്. ആദ്യമായി ഇരട്ടയാറിലെ കുടിയേറ്റ കർഷകനും ആദ്യകാല കുടിയേറ്റ കർഷകൻ കൂടിയായ കൊച്ചേട്ടൻ പറച്ചിക്കലിനെ മണിയാശാനെ സ്വീകരിക്കുന്ന ഒരു വഴി ക്ഷണിക്കുകയാണ്. അടുത്തതായി ആദ്യകാല കുടിയേറ്റ കർഷകയായ ശ്രീമതി ഏലിക്കുട്ടി ഡാനിയേൽ പാത്രവാങ്ങലിനെ ക്ഷണിക്കുകയാണ്. CPIM-ന്റെ ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ലിജു വർഗീസിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ചെമ്പകപ്പാറ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ VS ഷാജി. കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സണ്ണി കുടിയമ്പ്ലാക്കൽ. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് ശ്രീ ജിൻസൺ വർക്കി. CPI ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ബെന്നി മുത്തുവാങ്കുടി. ഇരട്ടയാർ സംരക്ഷണ സമിതിക്ക് വേണ്ടി കൊച്ചേട്ടൻ ആനിക്കൻ. CPIM ഇരട്ടയാർ ടൗൺ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ജോസഫ് തോമസ്. ഇരട്ടയാർ സംരക്ഷണ സമിതിക്ക് വേണ്ടി സെക്രട്ടറി ആന്റണി കുന്നംകോട്ട്. AITUC ഇരട്ടയാർ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി D തങ്കസ്വാമി. ഹെഡ്ലോഡ് യൂണിയൻ CIQ ഇരട്ടയാർ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഷാജി. ഡ്രൈവേഴ്സ് യൂണിയൻ CIQ ഇരട്ടയാറിന് വേണ്ടി സഖാവ് KV സതീശൻ. DYFI ഇരട്ടയാറിന് വേണ്ടി സഖാവ് ശ്രീജിത്ത്. DYFIക്ക് വേണ്ടി അമൽ.
വാർക്കി തൊഴിലാളി യൂണിയന് വേണ്ടി CITU സഖാവ് സന്തോഷ് മാർനിരപ്പ്, ടിമ്പർ വർക്കേഴ്സ് യൂണിയന് വേണ്ടി CITU സജിമോൻ, കേരള കോൺഗ്രസ് ഇരട്ടയാർ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ജൻസിനോ കൊല്ലംപറമ്പിൽ, യൂത്ത് ഫ്രണ്ട് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശരൺ കുമ്പിളവേരി, ബാലസംഘത്തിന് വേണ്ടി ആദിൻ ലെനിൻ, SFIക്ക് വേണ്ടി ഷാരോൺ സന്തോഷ്, ഇരട്ടയാർ SCB ഭരണസമിതിക്ക് വേണ്ടി ജോബി കണ്ണമുണ്ടയിൽ, മാസ്റ്റർ ആരോൺ സജീവ്. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയങ്കരനായ മണിയാശാൻ നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സമ്മേളനത്തിൽ സ്റ്റേജിൽ ഉപസ്ഥരായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജോയിസ് ജോർജ് MP, HMD, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളോടൊപ്പം എപ്പോഴും എന്നും ഞാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചൊരു ചെറിയ വോട്ടിലാണ് ജയിച്ചത്. അന്ന് പലരും ഞാൻ MLA ആയ എന്താ എന്നും പറഞ്ഞ് നെറ്റി ചോദിച്ചു. അതിൽ കഷ്ടമായി ഞാൻ എന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാക്കിയപ്പോൾ ഇനി ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുമോ എന്ന് പ്രതികരിച്ചു. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആളുകൾ ധരിക്കുന്നത് അന്നല്ല മണി എന്ന് ആളുകൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു സുപ്രഭാതത്തിൽ MLA ആയതല്ല. അതാ എനിക്ക് ഞാൻ 19 വർഷമായിട്ട് സിന്ദാബാദ് കൂടിയായിരുന്നു. 56 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ട് ബാങ്ക് വന്നത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, അവിടുന്ന് 16 പഞ്ചായത്തുള്ള ജായാക്കാട് ഏരിയ ലോക്കൽ സെക്രട്ടറി, 5 പഞ്ചായത്ത്, അരിഞ്ചായത്ത് വന്നപ്പോൾ 16 പഞ്ചായത്തുള്ള ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി, അവിടുന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, 1958 മുതൽ ജില്ലാ സെക്രട്ടറി, 27 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി. ഈ കാലയളവിൽ ഇവിടെ വന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വെല്ലുവിളികളെയും ഈ പാർട്ടി നേരിട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദീർഘനാളിൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച എനിക്ക് ഇനി ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്താ ചെയ്യുമെന്ന് അറിയാം. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ എനിക്കൊരു ലക്ഷം മനസ്സിലാവുന്ന എന്ത് ചെയ്യണമെന്ന്. അതെൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഡോക്ടറേറ്റ് എടുത്തതൊക്കെ 2ാം ക്ലാസ്സിൽ പഠിച്ചുള്ളൂ. പിന്നെ വായന, പഠനം, ലോകപരിചയം, സിദ്ധാന്തം ഇതെല്ലാം പഠിക്കാൻ ഇപ്പോഴത്തെ നില. അത് വായന പഠനത്തിൽ നിന്നാണ്. അങ്ങനെയല്ല, അതിന് കിട്ടുന്ന പല നിലയിലാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നിച്ചു. ഞാൻ ചോദിക്കാം, പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. SFI രംഗം, മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസം, അന്നുള്ള സമരം, പോരാട്ടം, പോലീസ് പ്രവർത്തനം, KSYFന്റെ നേതാവ്, അതിന്റെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടി അവിടെ പാർട്ടിയുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ ദീർഘനാളത്തെ പ്രവർത്തനം, അതും ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി യൂണിറ്റായ കണ്ണൂരിൽ നിന്ന് അടിച്ച് കളിച്ച് പഠിച്ച് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വന്ന ആളാണ്. നിങ്ങൾക്കറിയുന്നില്ലേ, പറയുന്ന വാക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിച്ചു. പറയുന്നതിന്റെ തിരുത്തുകയില്ല. അത്ര കൃത്യതയോടുകൂടിയാണ് പറയുക.
എനിക്കൊന്നും നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പറയുന്ന ഏത് കാര്യവും രേഖപ്പെടുത്തി വെക്കും, പറയുന്നതെല്ലാം കൃത്യം മറുപടി പറയും, പറയുന്ന കാര്യങ്ങളെല്ലാം പറയും. അതാണ് പ്രത്യേകത. ഞാൻ ചോദിക്കാം, ഈ പിണറായി വിജയന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ നമ്മൾ പദ്ധതി കിടന്ന് കത്തേനോട് അത് കാരണം ഉമ്മൻചാണ്ടിക്ക് അത് മനസ്സിലാവില്ല. ഉമ്മൻചാണ്ടിയുടെ പാർട്ടി വേറെ പാർട്ടിയാണ്, ഇത് വേറെ പാർട്ടിയാണ്. ഇത് അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും അധ്വാനിക്കുന്നവന്റെയും പണിയെടുക്കുന്നവന്റെയും പാർട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ വേദനയും കഷ്ടപ്പാടും എന്താണെന്റെ ജീവിതം എന്നതിനെപ്പറ്റി നന്നായി അറിയാവുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ പാർട്ടി രാജ്യത്തെ മുതലാളിമാരുടെ പാർട്ടിയാണ്, സമ്പന്നന്മാരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് മുതലാളിത്ത വീക്ഷണവും കാഴ്ചപ്പാടും ഉമ്മൻചാണ്ടിക്കുള്ളൂ. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ഗുണമുണ്ട്, ആളെ നിന്ന് പഠിപ്പിച്ച് എല്ലാ കൊല്ലത്താവും പോയി ഒന്നും ചെയ്യുകയില്ല. പക്ഷേ പിണറായിക്ക് ഗുണമുണ്ട്, ഇതിനൊരു നിവേദനം കൊടുക്കും, കാര്യം ശരിയാണ് നോക്കാം എന്ന് പറഞ്ഞാൽ നടത്തിക്കും, ശരിയല്ലെന്നെങ്കിൽ നടത്തുക എന്ന് പറയും. അതൊരു ഗുണമാണ്. ചുമ്മാ ഒരു മാതിരി ഏർപ്പാടി വിളക്കെണ്ണയിട്ട് പിന്നെ കൗങ്ങ വാഴ കയറുന്നവരെ പറയാൻ പറ്റും. കൃത്യതയോടുകൂടി തീരുമാനം വേണമെന്ന് ഞാൻ പറയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ കോവിഡ് 19 വന്നപ്പം അതിനെ നേരിടാനുള്ള കർമ്മപരിപാടി തയ്യാറാക്കി. ആ തയ്യാറാക്കിയ കൂട്ടത്തിൽ തയ്യാറാക്കി ഒരിടത്തും നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, തെരുവ് നായുണ്ട്, അതിന് ഭക്ഷണമില്ല, ഹോട്ടലെല്ലാം കൂട്ടി അത് കയറി കഴിക്കുമ്പോൾ അതിൻ്റെ ഭക്ഷണം കൊടുത്തില്ല, കുഴപ്പമാണെന്ന് പറഞ്ഞു. ആളുകൾ പലർക്കും ഭക്ഷണം കൊടുക്കുന്ന കണ്ടില്ലേ, പാലാക്കി സന്തോഷം കൊടുക്കും, ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ, കൊല്ലന്നെ ആ മനുഷ്യൻ ഭക്ഷണം കൊടുക്കുന്നതാണ്. അതിന് ഭക്ഷണമില്ലാതെ ആക്രമിക്കും, വളർത്തുന്ന ആന ഭക്ഷണമില്ലാതെ ആക്രമിക്കും, കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാര്യം മാത്രമല്ല, ജീവജാലങ്ങളുടെ കാര്യം പോലും ചിന്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അസാമാന്യമായ ഒരു പ്രത്യേക കഴിവാണ്. അതാണ് ആ പത്തിൽ കേട്ടപ്പോൾ എനിക്ക് തന്നെ വലിയ ബഹുമാനം തോന്നി. ഈ കാര്യമൊക്കെ നമ്മളാർക്ക് വിടും, അതാണ് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കെന്തുകൊണ്ട് വൈദ്യുതി വകുപ്പ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നു, എന്തുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ MLA എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു, എന്തുകൊണ്ട് ഇവിടെ ഈ നിരന്തര പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയെ കാഴ്ചപ്പാടുണ്ടായി. അത് പൊതുപ്രവർത്തനത്തിനുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിൽ പ്രവർത്തിച്ചതിന്റെ ഗുണമാണ്. അതാണ് ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാം. അതല്ലേ ഞാൻ പറയപ്പെട്ട വേറെ ആരെങ്കിലും മന്ത്രി ആയിരുന്നല്ലോ, പലരുമായില്ലേ, ഇവിടെ പട്ടയം കിട്ടിയില്ലല്ലോ, പട്ടയം കിട്ടില്ല, ഞാൻ മന്ത്രിയായി കൊടുക്കുന്നതാ ശരി, കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അതിനുള്ള പണി ഞാൻ MLA ആയാലും ചെയ്യും. അത് കൊടുക്കാതെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഭൂമിയിൽ ചെയ്യുന്ന മുഴുവൻ പണിയും ചെയ്യുക, വാർദ്ധക്യത്തിൽ എല്ലാം ഉണ്ട്. ആ പട്ടയം കൊടുത്താൽ പാവങ്ങൾ വല്ല പണയം വെച്ച് വല്ല ഭക്ഷണ കല്യാണം നടത്തുമോ, എന്തെങ്കിലും ചെയ്യല്ലേ, എന്തിനും വിളിച്ചു വെക്കണം. അതാണ് ഇപ്പൊ ഈ ഇടെ ഒരു ഉദ്യോഗസ്ഥരുടെ പണി കാണിച്ച അവൻ രാഷ്ട്രീയക്കാരനാണ് എൻ്റെ നിഗമനം. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനാണ്. ഇവിടെ കൃഷിക്കാരെ പുല്ല് വെച്ച് പിടിപ്പിക്കുക, പശുവിന് കൊടുക്കുക, പുല്ല് വെക്കുന്നുണ്ട്, ഗുണമുണ്ട്, മണ്ണിടിയല, ദാനം നൽകുക, വെത്തി കൊടുക്കും, വെള്ളം ചേർക്കുമ്പോൾ പുല്ല് അഴുകിപ്പോവും, അഴുകിപ്പോയാൽ പിന്നെയും ചെറുക്കും, വെള്ളം താഴ്ത്തുമ്പോൾ. അങ്ങനെയല്ലേ വർഷങ്ങളായി നടക്കുന്നല്ലേ. അതുകൊണ്ട് തങ്ങമണി പോലീസ് കട്ടപ്പനയൊക്കെ പ്രത്യേകം കൊടുത്തേക്കാ ഡാമിന്റെ നിയമം ലഭിച്ചെന്നും പറഞ്ഞു. ഞാൻ തന്നെ അവരോടൊന്നും പറഞ്ഞില്ല, ഞാൻ പറയേണ്ടവരോട് പറഞ്ഞു. മുഴുവൻ കേസും പിൻവലിച്ച് കൊടുത്ത പറ്റിയിട്ട് അവിടെ പിതാവ് കണ്ടതായിരുന്നു. ആലോചിക്കണ്ടേ? ബാക്കി കാര്യം നിങ്ങൾ നോക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും.
പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ത് അയക്കെ അയക്ക് രാഷ്ട്രീയക്കാരനാണെന്ന് അയാൾക്ക് എന്താ പുതിയ പ്രധാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത് അവനെ ഞാൻ നോക്കുന്നുണ്ട്. മര്യാദക്കാരല്ലേ? എന്തിന് ഇപ്പം ഇങ്ങനൊക്കെ ഉള്ള പണിയുണ്ട്? ഇപ്പോ ഇന്നലെ രാത്രി എന്നെ മലപ്പുറത്തൊന്ന് വിളിക്കുക, കുറേ പ്രദേശത്ത് തളർന്നില്ല. ഞാൻ എൻ്റെ പ്രദേശ സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവരന്വേഷിച്ച് ജീവനക്കാർ പോയി നോക്കിയിട്ട് എന്താ കേസൊന്നും അറിയില്ല. അവസാനം ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഫീ കൊടുത്തു.